ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നൈറ്റ് തോട്ട് എന്താണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നലത്തെ നൈറ്റ് തോട്ട് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോടുള്ള നൈറ്റ് തോട്ട് എന്താണ്? സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു ലക്കിയാണെന്ന് അവർ ചിന്തിക്കുന്നു. എന്നിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്തിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെന്ന് പറയുന്നത് വളരെ സണ്ണാണെന്നും നിങ്ങൾ അവരെ സാമ്പത്തികമായിട്ട് ഒക്കെ അവരെ അനുഗ്രഹിച്ചെന്നും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രഭാതമാണ് ഉണ്ടാകുന്നതെന്നും ഒക്കെ അവർക്ക് അറിയാം. പക്ഷേ അവർ ചെയ്ത കാര്യമെന്ന് പറയുന്നത് പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നുകളഞ്ഞതുപോലെ നിങ്ങളുടെ ആ സന്തോഷവും കാര്യങ്ങളും നിങ്ങളുടെ ഓറ പവറൊക്കെ കൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അവർക്ക് അഹങ്കാരമുണ്ടായി. ആ അഹങ്കാരത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളെ മാനസികമായി തകർത്തുകൊണ്ട് അവർ കടന്നു പോയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, ഒരു റീയൂണിയൻ ആവശ്യമാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് സണ്ണ് വന്നതെന്ന്. അവർ പറയുന്നു വീണ്ടും വീണ്ടും അവർക്ക് നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളിലേക്ക് വന്നേ പറ്റുള്ളൂ എന്ന് അവർ നിങ്ങൾക്ക് മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ വലിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഒരു സണ്ണിനെ പോലെയാണ് നിങ്ങളെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും നിങ്ങൾ കരയാൻ അവർ ആഗ്രഹിച്ചിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കണ്ണ് ഒരിക്കലും നനയാൻ ഇടയാകരുത്, കണ്ണ് നിറയാൻ ഇടയാകരുത് എന്ന് നിങ്ങളോട് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഒരിക്കലും നീ കരയരുത്, ഞാൻ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുടെ ഇടപെടൽ കാരണം നിന്നോടൊപ്പം ഞാൻ ജീവിക്കുന്നത് എനിക്ക് അൺകംഫർട്ട് ഫീലായിരുന്നു അന്ന് ഉണ്ടായത്. ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. 3 വ്യക്തികളെ ഇവിടെ കാണാം. ഓക്കെ, 3 വ്യക്തികളെ കാണാം. ആ 3 വ്യക്തികളെന്ന് പറയുമ്പം നിങ്ങളും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇടയിൽ മറ്റൊരു വ്യക്തി വന്നത് കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ജീവിതം അത്ര രസമായി തോന്നിയില്ല. ഓക്കെ, അതിന് കാരണം അവരുടെ ഇടയിലെ ചില നെഗറ്റീവ് തോട്ടുകളായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്. ഇന്നലെ രാത്രി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് ഇതാണ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഇന്നത്തെ കറണ്ട് സിറ്റുവേഷൻ എന്തെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇന്നുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ അനങ്ങാൻ പോലും വയ്യാത്ത ചില സിറ്റുവേഷൻ, അത് സാമ്പത്തികമാകാം, റിലേഷൻഷിപ്പ് ആകാം, ഓക്കെ, അല്ലെങ്കിൽ ജോലി സംബന്ധമാകാം. നിങ്ങൾ വളരെ ടെൻഷനായിട്ട് അനങ്ങാൻ പോലും വയ്യാത്ത ചില സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ? ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമോ? ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നു, എന്താണെന്ന് പോലും കാണാൻ കഴിയാൻ വയ്യാതെ ചില സിറ്റുവേഷനെ നിങ്ങൾക്ക് മാനസികമായി തകർത്ത് നിങ്ങൾക്ക് അനങ്ങാൻ പോലും വയ്യാത്ത ചില സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 3 ഓഫ് കപ്പ് പറയുന്നു ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെ എടുത്തു മാറ്റിയതായി കാണുന്നു. ഓക്കെ, ചില ഇടപെടലുകൾ. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ചില തേർഡ് പാർട്ടികളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെ എടുത്തു മാറ്റി നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ടുള്ള സാഹചര്യം, കാറ്റും കോളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നു. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ,
ഇന്നേ ദിവസമോ ഈ അടുത്ത ദിവസമായിട്ടോ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി, ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില കോള് മെസ്സേജുകൾക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്തു. ഇവിടെ കൂടുതലും ഇവിടെ സാമ്പത്തികത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ കെട്ടി നിങ്ങളെ വരിഞ്ഞ് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള, ഓവർ തിങ്കിങ് ആയിട്ട് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള, മാനസികമായി തകർത്തിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ കൂടുതലും സാമ്പത്തിക പ്രശ്നമാണ് കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു സാമ്പത്തിക പ്രശ്നത്തിന് നിങ്ങൾക്കൊരു മാറ്റം വരുമോ എന്ന് നോക്കാം. ഈ ഇത്രയും നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുമോ എന്നും കൂടി നോക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള ഈ 10 ഓഫ് സോഡിൻ്റെ എനർജിയിൽ ഒരു മാറ്റം സംഭവിക്കുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. തീർച്ചയായിട്ടും മാറ്റം സംഭവിക്കും. ചില നെഗറ്റീവ് തോട്ടുകളായിരുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് വ്യക്തികളുടെ ഇടപെടലുകളായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊരു മാറ്റം സംഭവിക്കും. ഓക്കെ, 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഒരു പ്ലാൻ വന്നിരിക്കുന്നു, ഒരു ഗ്രോത്ത് വന്നിരിക്കുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മനസ്സിലാകും. ആ ഒരു ബ്ലാക്ക്നെസ് ഒക്കെ മാറി, ഇവിടെ ബ്ലാക്കാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഈ ബ്ലാക്ക് മാറിയിട്ട് ചെറുതായിട്ട് മഞ്ഞ ഇവിടെ വരുന്നുണ്ട്. മഞ്ഞ എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശമാണ്. അപ്പോൾ ഈ കാർഡ്സിൽ പൂർണ്ണമായും സൂര്യപ്രകാശം വന്നു കഴിഞ്ഞു. ഈ ബ്ലാക്ക് മുഴുവനും ഇറങ്ങിപ്പോകുന്നു. പോകുന്നുണ്ടോ? ആ ബ്ലാക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു എനർജി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ മാറും. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്കതെല്ലാം മാറുന്നതായിരിക്കും. ഓക്കെ, രണ്ടാമത്തത് 3 ഓഫ് കപ്പിൻ്റെ എനർജി. നിങ്ങൾക്ക് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള ചില വ്യക്തികളിൽ നിന്നും നേരിടുന്നതായിട്ടുള്ള ചില മാനസിക പ്രശ്നങ്ങൾ, അത് മാറി കിട്ടുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രശ്നങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നുണ്ട്. ഈ ഒരു തൂവലെന്ന് പറയുന്നത് വിജയത്തിൻ്റെയാണ്. നിങ്ങൾക്ക് വിജയം ലഭിച്ച് ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആക്ഷൻ ലഭിക്കുമോ? നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ പൈസ നിങ്ങളിലേക്ക് വന്നു ചേരുമോ? അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ജഡ്ജിമെൻ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് വന്നു ചേരും. ഡെത്ത് ആൻഡ് റീബർത്ത്. നിങ്ങൾ വിചാരിച്ചു അതെല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഹീലാകുക, നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കുക. ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ അത് കരഞ്ഞ് മുറിവേറ്റിയിരിക്കാതെ അതിനെ ഒന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആണ്, റീബർത്താണ്. ഓക്കെ, ഓഫർ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദരൂരിയാണ്. നമുക്കിപ്പം ലൈക്കും കമൻറ്റും ദരൂരിയാണ്. എങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. വാച്ച് ടൈം കുറച്ചിരിക്കുകയാണ്. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.